Hello students, next we are going to deal with Galilean transformation. We have seen that inertial frames of reference are otherwise called Galilean frames of reference, and we have discussed why that name came for inertial frames of reference, and we have seen some examples for inertial frames of reference. Next, we are going to deal with Galilean transformation. Suppose a physical phenomena or event is observed from two separate frames of references. അതായത് ഒരു ഇവൻ്റ് നടക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒബ്ജക്റ്റിനെയോ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയോ അതൊരു ഇവൻ്റാണ്, അതല്ലെങ്കിൽ ഒരു റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനോ ഏതിനെയായാലും നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഒബ്സർവിങ് ഫ്രം ടു സെപ്പറേറ്റ് ഫ്രെയിംസ് ഓഫ് റെഫറൻസസ്. രണ്ട് സെപ്പറേറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ മോഷനെ പറ്റി തൊട്ട് അടുത്തിരിക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ അതേ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്ന ഒരാൾ അയാളെ കാണുന്നതും പുറത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾ അയാളെ കാണുന്നതും രണ്ട് രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ഇവൻറ്റ് നടക്കുന്നു, ആ ഇവൻറ്റിനെ രണ്ട് ഫ്രെയിംസ് ഓഫ് റെഫറൻസിലുള്ള ആളുകൾ ഒബ്സർവ് ചെയ്യുന്നു. സോ നാച്ചുറലി എന്തായിരിക്കും? ദർ വിൽ ബി ടു സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് കോർഡിനേറ്റ്സ് ഫോർ ദാറ്റ് ഇവൻറ്റ്. അല്ലെ, ആ ഇവൻറ്റിന് ഈ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിനെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് ആക്കി എടുത്താലും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അല്ലേ, കോർഡിനേറ്റ് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമ്മൾ XYZ ഒരു ഒബ്ജക്റ്റ് എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മാറുമല്ലോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റം അത് നിയർ ഒബ്ജക്റ്റ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു അനദർ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഇസ് ഫാർ അവേ ഫ്രം ദാറ്റ് ഒബ്ജക്റ്റ്, ഇറ്റ് വിൽ ബി എ ഫാർ അവേ ഒബ്ജക്റ്റ്. അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ഫിസിക്കൽ ഇവൻറ്റിനെ രണ്ട് ഡിഫറെൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന്, രണ്ട് ഡിഫറെൻറ്റ് ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കി കാണുമ്പോൾ രണ്ടിനും രണ്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ബട്ട് വി ഹാവ് ടു ഇക്വേറ്റ് ദി ടു ഓർ വി ഹാവ് ടു റിലേറ്റ് ദീസ് ടു. ഈ രണ്ടിനെയും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? റിലേറ്റ് ചെയ്യണം. എന്നാലാണ് ഈ രണ്ട് ഫ്രെയിംസ് ഓഫ് റെഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മാത്തമാറ്റിക്കലി. സോ ദ ഇക്വേഷൻസ് റിലേറ്റിംഗ് ദ ടു സെറ്റ്സ് ഓഫ് കോർഡിനേറ്റ്സ് ഓഫ് ദ ഇവൻറ്റ് in the two frames of reference are called transformation equations. ഓക്കെ, അപ്പോൾ ഒരേ ഇവൻറ്റിൻ്റെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ ഉള്ള ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. അതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന ഇക്വേഷൻസിനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയാം. ഓക്കെ, നൗ if the two frames of reference that we are considering are inertial frames of references, then the transformation equations are transformation is called Galilean transformation. Okay, so Galilean transformation. അപ്പോൾ എന്താണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഒരു ഇവൻറ്റിനെ രണ്ട് ഡിഫറെൻറ്റ് കോഓർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നോക്കിക്കാണുകയാണ്, രണ്ട് ഡിഫറെൻറ്റ് ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കിക്കാണുകയാണ്. ആ സമയത്ത് ഒരു ഫ്രെയിംസ് ഓഫ് റെഫറൻസ് അതിന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന കോർഡിനേറ്റ്സ് ആയിരിക്കില്ല മറ്റേ ഫ്രെയിം ഓഫ് റെഫറൻസ് അതിന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന കോർഡിനേറ്റ്. സോ ദർ വിൽ ബി ടു ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് കോർഡിനേറ്റ്സ് ഫോർ ദ സെയിം ഇവൻറ്റ്. ബട്ട് വി ഹാവ് ടു കണക്ട് ദീസ് ടു coordinates through any relation, and the equations that relates the two sets of coordinates of the same event in the two different frames are called transformation equations. And if the two considered frames of reference are inertial frames of reference, then this transformation equations, the set of transformation equations, are referred to as Galilean transformation equations. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്തും ആവാം. ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വലിയൊരു സംഭവം ആയിക്കൊള്ളൊന്നുമില്ല. പൊസിഷൻ ആൻഡ് ടൈം ഓഫ് ദ ഒക്കറൻസ് ഓഫ് എ ഫിസിക്കൽ ഫിനോമിനൻ ഒരുമിച്ചിട്ടാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുക. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ സമയത്ത് എവിടെയാണ്, എപ്പോൾ, ടൈം ഓഫ് ദി ഒക്കറൻസ് ഓർ ടൈം ഓഫ് ദി പെർട്ടിക്കുലർ തിങ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ പെർട്ടിക്കുലർ തിങ്, അത് ഒരുമിച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവൻ്റായി. ഓക്കെ, അപ്പോൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഇൻസിഡൻറ്റ് നടക്കണമെന്നൊന്നുമില്ല. ബട്ട് ഇഫ് എൻ ഒബ്ജക്റ്റ് ഓർ എ പെർട്ടിക്കുലർ തിങ് ഈസ് ഹാപ്പനിങ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്, ആൻഡ് ദറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് together the time and the position can be considered as an event. ഓക്കെ, അപ്പോൾ ആ ഇവൻറ്റിൻ്റെ പല ഫ്രെയിംസ് ഓഫ് റെഫറൻസിലുള്ള ഡെഫിനിഷനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയാം.
നൗ ദ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് 3 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ് നമുക്ക് എഴുതാൻ കഴിയുക. ഫസ്റ്റ് വൺ ഈസ് ഗലീലിയൻ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. സെക്കൻഡ് വൺ ഈസ് ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ. തേർഡ് വൺ ഈസ് ഗലീലിയൻ ആക്സലറേഷൻ ട്രാൻസ്ഫോർമേഷൻ. So there are 3 types of Galilean transformation equations. First, Galilean coordinate transformation. അതായത് ആ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഇവൻറ്റിൻ്റെ കോഓർഡിനേറ്റ്സ് രണ്ടിലും 2 രീതിയിലാണെന്ന് പറഞ്ഞു. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസിനെയാണ് ഗലീലിയൻ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ. അതായത് ഈ 2 ഫ്രെയിം ഓഫ് റെഫറൻസിനും അതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം കോർഡിനേറ്റ്സ് ആർ ഡിഫറെൻറ്റ്. സോ ഫ്രം ദ കോർഡിനേറ്റ്സ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ velocity. So when you relate the velocity of the object or the event in first coordinate system to that of the second coordinate system, you will get Galilean velocity transformation equations. And when you relate the acceleration of the event from one coordinate system to the other coordinate system, you will get Galilean acceleration transformation equations. So ഇങ്ങനെ 3 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ പഠിക്കുന്നത്. Okay, hope it is clear. Now we can consider how we can consider an event or a system, and we can see how coordinate transformation equations are derived. Consider 2 inertial frames. ഞാനിവിടെ ഫിഗറിൽ 2 കോർഡിനേറ്റ് ആക്സസ് കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണം എസും ഒരെണ്ണം എസ് ഡാഷുമാണ്. So let us consider 2 inertial frames of reference, S and S dash. Both are inertial frames of reference. Newton's laws of motion hold good in these frames. They are not accelerated frames. They are inertial frames of reference, S and S dash. Okay. S is at rest and S dash is moving with a uniform velocity. That is the case. S എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് റെസ്റ്റിലുള്ളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. whereas S ഡാഷ് ഇസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് വിത്ത് യൂണിഫോം വെലോസിറ്റി V. മൂവിങ് ആയിട്ടുള്ള യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. Now let T is and T dash be the time of the event measured by S and S dash. അതായത് S എന്ന് പറയുന്ന ഫ്രെയിം ഒരു ഇവൻറ്റ് നടക്കുന്നതായിട്ട് മെഷർ ചെയ്യുന്ന ടൈം ടി ആണ്. അപ്പോൾ എസ് എന്ന് പറയുന്ന ഫ്രെയിം കാണുന്നത് ഇവൻറ്റ് ടി എന്ന ടൈമിൽ നടക്കുന്നതായിട്ടാണ്. എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിലുള്ള ഒരാൾ കാണുന്നത് ആ ഇവൻറ്റ് ടി ഡാഷ് എന്ന ടൈമിൽ നടക്കുന്നതായിട്ടാണ്. Now let us consider 2 observers, one in S and the other in S dash. Okay, അപ്പോൾ 2 ഒബ്സർവേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. One observer is in S and the other observer is in S dash. Okay, now to begin this session, we can take the 2 frames coincide at t equal to t dash is equal to 0. അതായത് ഇനീഷ്യലി ഈ 2 ഫ്രെയിം ഓഫ് റെഫറൻസും ഒരുമിച്ചായിരുന്നു എന്ന് വിചാരിക്കാം. t ഈക്വൽ ടു ടി ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അതായത് അതാണ് അതിൻ്റെ ബിഗിനിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷം ഈ 2 ഫ്രെയിമുകളും ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇവൻറ്റ്, അതായത് ഒരു പെർട്ടിക്കുലർ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പി എന്ന് പറയുന്ന പോയിൻ്റിൽ ഒരു ഇവൻറ്റ് നടക്കുന്നതായിട്ട് ഈ 2 ഫ്രെയിമുകളും ഒബ്സർവ് ചെയ്യുന്നു. ഇനീഷ്യലി 2 ഫ്രെയിമും കോയിൻസൈഡിങ് ആണ്, അതിൻ്റെ വ്യൂസും എല്ലാം കോയിൻസൈഡിങ് ആണ്. ബട്ട് അറ്റ് എ ടൈം ടി ദ 2 ഫ്രെയിംസ് ഒബ്സർവ് ആൻ ഇവൻറ്റ് ടേക്കിംഗ് പ്ലേസ് അറ്റ് എ പി. Okay, now during this time t, the S dash frame has moved a distance vt. നമുക്കറിയാം ഈ S dash ഫ്രെയിം ഒരു മൂവിങ് ഫ്രെയിം ആണ്. അതുകൊണ്ട് തന്നെ t എന്ന് പറയുന്ന ടൈമിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അത് സഞ്ചരിച്ചിട്ടുണ്ടാവും. So during this time t, the S dash frame has moved a distance vt along the direction with respect to the rest frame. S എന്ന് പറയുന്ന റെസ്റ്റിലുള്ള ഫ്രെയിമിൽ നിന്നും ഒരു vt ഡിസ്റ്റൻസ്. How that vt came? V is the velocity. നേരത്തെ പറഞ്ഞു V എന്ന യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്രെയിം എന്ന് പറഞ്ഞു. സോ ടി ടൈമിൽ ഇറ്റ് വിൽ മൂവ് എ ഡിസ്റ്റൻസ് ഓഫ് വി ടി. ഓക്കെ, സോ ഇറ്റ് വിൽ ഹാവ് മൂവ്ഡ് എ ഡിസ്റ്റൻസ് ഓഫ് വി ടി വിത്ത് റെസ്പെക്ട് ടു ദ റെസ്റ്റ് ഫ്രെയിം എസ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ദ റെസ്റ്റ് ഫ്രെയിം എസ്, ദ കോഓർഡിനേറ്റ്സ് ആർ എക്സ് വൈ ഇസെഡ് ആൻഡ് ടി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് നോക്കുക, അവിടെയാണ് ഇവൻറ്റ് നടക്കുന്നത്.
ആ നടക്കുന്ന ഇവൻറ്റ് അതിൻ്റെ പൊസിഷൻ, ആ ഇവൻറ്റിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് എസ് എന്ന ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിട്ടാണ് തോന്നുക? എക്സ് വൈ സെഡ് ടി, അതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദ മൂവിങ് ഫ്രെയിം എസ് ഡാഷ്, കോർഡിനേറ്റ്സ് എന്താണ്? എസ് ഡാഷ് ആണല്ലോ, അപ്പോൾ എല്ലാത്തിനും ഒരു പ്രൈം ഇട്ട് കൊടുത്തു, എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് ടി ഡാഷ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലത്തിനെ രണ്ടായത്, ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ തന്നെ രണ്ട് രീതിയിൽ കാണുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, അതായത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരേ ഇവൻറ്റ്, നമ്മൾ പി എന്ന് പറയുന്ന പോയിൻ്റുള്ള ഒരേ ഇവൻറ്റ്, ഇത് രണ്ട് രീതിയിൽ കാണുമ്പോൾ two different coordinate systems will be there for this event. Same eventന് രണ്ട് ഫ്രെയിമിൽ നിന്നും രണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസ്. സോ എക്സ് വൈ സെഡ് ടി കറസ്പോണ്ട്സ് ടു ദ കോർഡിനേറ്റ് സിസ്റ്റം, the coordinates of the event corresponding to the S frame. X dash y dash z dash t dash corresponds to the coordinates of the event corresponding to the coordinate system S dash. Okay. സോ ഇതാണ് ഈ രണ്ട് ഫ്രെയിമുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ്. ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 1, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 2, സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ് വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 3, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻസ് 1, 2, 3 and 4 are called Galilean transformation equations. അപ്പോൾ ഇതിൽ വൈ ഡാഷും സെഡ് ഡാഷും ചേഞ്ച് ഒന്നുമില്ല. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, അതായത് എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന് നോക്കിക്കാണുന്ന അതേ വൈ ആയിരിക്കും, വൈ കമ്പോണൻ്റ് ആയിരിക്കും എസ് ഫ്രെയിമിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഫ്രെയിം എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെയാണ്. സോ എക്സ് ഡയറക്ഷനിൽ വി എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ് കമ്പോണൻറ്റിന് മാത്രമേ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. സോ ദ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ് ഓൺലി ടു ദ എക്സ് കോർഡിനേറ്റ്. So equations x dash is equal to x minus vt is the transformation equation of x component. അതായത് നമുക്ക് എസ് എന്ന ഫ്രെയിമിൽ തന്നെ ഇരുന്ന് മതി എക്സ് ഡാഷും കണ്ടുപിടിക്കാൻ. നമുക്ക് എങ്ങനെയാണ്? എക്സ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് വി ടി ചെയ്താൽ എക്സ് ഡാഷ് കിട്ടും. ദെൻ വൈ വിൽ ബി ഈക്വൽ ടു വൈ ഡാഷ്, സെഡ് വിൽ ബി ഈക്വൽ ടു സെഡ് ഡാഷ്, ദെൻ ടി ഡാഷ് ടൈം കമ്പോണൻറ്റ് വിൽ ബി സെയിം. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇഫ് വി ആർ കൺസിഡറിങ് ടു ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആൻഡ് വൺ ഫ്രെയിം ഈസ് moving with respect to the other frame in a positive x direction with a velocity v, with a uniform velocity v. അപ്പോൾ ഇത് രണ്ടും inertial frames ആണ്. So the connecting equations 1, 2, 3 and 4 are called Galilean transformation equations. Okay, hope up to this point is clear for you.